ഇവിടുത്തെ കാറ്റാണ് കാറ്റ് എന്ന ഇടുക്കിയെക്കുറിച്ച് മഹേഷിൻ്റെ പ്രതികാരത്തിലുള്ള പാട്ട് കേട്ടിട്ടില്ലേ? എക്സാക്ട്ലി അത് ഇവിടുത്തെ കാറ്റ് തന്നെയാണ്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് കാറ്റ് വീശുന്ന രാമക്കൽമേടിലേക്കുള്ളൊരു യാത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. രാമക്കൽമേട് വരുന്ന കൂടുതൽ ആൾക്കാരും ഇവിടുത്തെ സൂയിസൈഡ് പോയിന്റും അതുപോലെ കുറുവൻ കോർത്തി സ്റ്റാച്യൂവും വിൻഡ് മിൽസും ആമപ്പാറയൊക്കെ കണ്ടിട്ട് മടങ്ങാറാണ് പതിവ്. എന്നാൽ ഇവിടെ അതിനെയൊക്കെ വെല്ലുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഹിഡൻ വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടുത്തെ സൂയിസൈഡ് പോയിന്റിന് തന്നെ ഇടയിലുള്ള ചെറിയൊരു ഗുഹ, കഷ്ടിച്ച് ഒരടി മാത്രം നടന്നു പോകാൻ വീതിയുള്ള ഒരു വഴി, കാലൊന്ന് തെന്നിക്കഴിഞ്ഞാൽ ജീവൻ വരെ അപകടത്തിലായേക്കുന്ന അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയ. വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് അവർ ട്രാവൽ സ്റ്റോറീസ്. നാട്ടിൽ നിന്നും 130 കിലോമീറ്ററാണ് രാമക്കൽമേട് വരെ പോകാനുള്ളത്. അപ്പോൾ രാവിലെ 3 മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും നേരത്തെയെങ്കിലും ഇറങ്ങിയെങ്കിൽ മാത്രമേ അവിടുത്തെ സൺറൈസും ക്ലൗഡ് ബെഡും ഒക്കെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ പോകുന്ന വഴിയിൽ കഷ്ടകാലത്തിന് ഫുള്ള് മഴയായിരുന്നു. ഈ വേനൽക്കാലത്ത് ഇത്രയും വെളുപ്പിനെ ഇതുപോലത്തെ മഴ കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു പോകുന്ന വഴിയിലൊക്കെ. അപ്പോൾ കുട്ടിക്കാലത്ത് നമ്മുടെ സ്ഥിരം ചായ കുടി സ്പോട്ടിൽ നിർത്തി ഒരു ചായ കുടിച്ചിട്ടാണ് മുന്നോട്ട് പോയത്. പോരുന്ന വഴിയിൽ അത്യാവശ്യം മഴ പെയ്തുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാനുകളൊക്കെ കംപ്ലീറ്റ് തെറ്റിപ്പോയി. നേരം വെളുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രാമക്കൽമേടിൽ എത്തിയത്. ഇപ്പോൾ 1-2 ആഴ്ചയായിട്ട് രാമക്കൽമേടിലെ സൂര്യോദയം കാണുവാനായിട്ട് അത്ര ഭംഗിയാണെന്നാണ് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഇവിടുത്തെ ജീപ്പ് ഡ്രൈവർമാരൊക്കെ പറഞ്ഞത്. ഏതായാലും നമുക്കിന്ന് സൺറൈസിൻ്റെ കാഴ്ചകളൊന്നും അങ്ങനെ കാണാൻ പറ്റുമല്ലെന്നോ ഏകദേശം ഉറപ്പായി. അപ്പോൾ രാമക്കൽമേട് പോകാൻ പ്ലാനുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു സൺറൈസ് കാണാൻ പറ്റുന്നതാണ്. രാമക്കൽമേടിലേക്ക് ആദ്യമായിട്ട് പോകുന്നവർക്ക് പറ്റിയൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ വരുവാണെന്നുണ്ടെങ്കിൽ ആദ്യം രാം റോക്കിൽ പോയിട്ട് അവിടുത്തെ സൂര്യോദയം കാണുക. അതിനുശേഷം ബാക്കി സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടേക്കാണ് കൂടുതലായിട്ട് നടക്കാനുള്ളത്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഒരു അമ്പലം കാണാൻ പറ്റും. ഈ അമ്പലത്തിൻ്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെയാണ് നമുക്ക് രാമക്കല്ലിൻ്റെ മുകളിലേക്കുള്ള ട്രക്കിംഗ് പാത്ത്. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ആക്ച്വലി കേരള തമിഴ്നാട് ബോർഡറാണ്. അപ്പോൾ നമ്മൾ ശരിക്കും കാണുന്ന ഈ രാമക്കൽമേടൊക്കെ ഇരിക്കുന്നത് തമിഴ്നാടിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം മുകളിലേക്ക് ട്രക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ആ കല്ലിൻ്റെ മുകളിലേക്ക് എത്തുവാനായിട്ട്. കാട്ടിനകത്തൂടെയുള്ള ഒറ്റയടി പാതയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് നടന്നു പോകുന്നത്. പോകുന്ന വഴിയിൽ പല സ്ഥലത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി തിരിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വഴി കൺഫ്യൂഷൻ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഏത് വഴിയോടെ പോയി കഴിഞ്ഞാലും ലാസ്റ്റ് നമ്മൾ ആ ടോപ്പിൽ വ്യൂ പോയിന്റിൽ തന്നെ എത്തും. അതുകൊണ്ട് വഴി തെറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. അത്യാവശ്യം സിമ്പിളായിട്ടുള്ളൊരു ട്രക്കിംഗ് പാത്താണിത്. ഏത് പ്രായത്തിലുള്ളവർക്കും അനായാസം കടന്നു വരാൻ പറ്റുന്നൊരു വഴി തന്നെയാണിത്. നമ്മൾ ഈ മല കയറുമ്പോൾ അങ്ങ് ദൂരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഇവിടുത്തെ അടുത്ത വ്യൂ പോയിന്റ്. അവിടെയാണ് നമ്മുടെ കുറുവൻ കോർത്തി സ്റ്റാച്യൂസ് ഒക്കെ ഉള്ളത്. സൂര്യൻ ഉദിച്ച് വരുന്നൊരു കാഴ്ച ഇവിടെ നിന്ന് കാണുവാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇവിടുന്ന് താഴേക്ക് കാണുന്നത് ഫുള്ള് തമിഴ്നാടാണ്. ഈ കാണുന്നതാണ് രാമക്കൽമേടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യൂ പോയിന്റ് ആയിട്ടുള്ള രാമക്കല്ല്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3500 അടി ഉയരത്തിലാണ് ഈ ഒരു കല്ല് നിൽക്കുന്നത്. ഇതിൻ്റെ ടോപ്പിൽ നിന്ന് താഴേക്ക് ഏകദേശം 1 കിലോമീറ്ററോളം ആഴമുണ്ട്. നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ പല സ്ഥലങ്ങളിലും കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം മുകൾ വരെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ നിന്നും കാഴ്ചകളൊക്കെ കാണാവുന്നതാണ്. അങ്ങനെ ഒരു 1/4 മണിക്കൂർ നടന്നതിന് ശേഷം ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന കല്ലും കൂടെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് രാമക്കല്ലിൻ്റെ ടോപ്പിലെത്താൻ പറ്റും. ലാസ്റ്റ് വരുന്ന ഈ ഭാഗമൊക്കെ കയറി പോകാനായിട്ട് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. നടക്കുന്ന വഴിയിലൊക്കെ കല്ലുകളൊക്കെ ഇളകി കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു വേണം ഇനി മുകളിലേക്ക് കയറി പോകുവാനായിട്ട്. രാവിലെയൊക്കെ ഇങ്ങോട്ടേക്ക് പോരുമ്പോൾ കയ്യിൽ ചെറിയ രീതിയിൽ ഫുഡും വെള്ളമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂര്യോദയമൊക്കെ കണ്ടിട്ട് കുറച്ചധികം നേരം വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. വെയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നുള്ള കാര്യം ആലോചിക്കുക പോലും വേണ്ട, അത്രയ്ക്ക് ചൂടായിരിക്കും ഇവിടെ. രാവിലെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഈ മല നടന്ന് കയറിയതിൻ്റെ ക്ഷീണമൊക്കെ ഓരോരുത്തരുടെ മുഖത്ത് കാണാനുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ നിന്ന് ലേറ്റായി കഴിഞ്ഞാൽ സൂര്യോദയം ഒന്നും കാണാൻ പറ്റുകയെന്ന് വിചാരിച്ചിട്ട് ഫുഡ് പോലും കഴിക്കാതെയാണ് നമ്മളിങ്ങോട്ട് രാവിലെ പോകുന്നത്. ഞങ്ങളേതായാലും ഇത്രയും നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഇവിടെ അധികം ആൾത്തിരക്കൊന്നും ഇല്ലായിരുന്നു.
കുറേ ആൾക്കാരൊക്കെ വെളുപ്പിനെ വന്ന് സൂര്യോദയമൊക്കെ കണ്ടിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആണെങ്കിലും നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ചകളാണ്. എത്ര വിദ്യാഭ്യാസവും വിവരവും ഉണ്ടെന്ന് പറഞ്ഞാലും മലയാളികൾ ഇന്നും സിവിക് സെൻസിൻ്റെ കാര്യത്തിൽ ഒരുപാട് ദൂരം പുറകിൽ തന്നെയാണ്. അങ്ങനെ മലയൊക്കെ കയറി ലാസ്റ്റ് നമ്മളിതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രാമക്കല്ലിൻ്റെ ടോപ്പിലുള്ള കാഴ്ചകൾ. ഇവിടെയാണ് ഏഷ്യയിൽ തന്നെ ഏറ്റവും ശക്തമായിട്ട് കാറ്റ് വീശുന്ന ഒരു സ്ഥലം. പക്ഷേ ഞങ്ങൾ രാവിലെ ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു, ഒട്ടും തന്നെ കാറ്റ് ഇല്ലായിരുന്നു. ഇതിന് മുൻപൊക്കെ ഇവിടെ വന്ന സമയങ്ങളിൽ ശക്തമായിട്ടുള്ള കാറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഏതായാലും കാറ്റില്ലാതിരുന്നത് ഡ്രോൺ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഒരുപാട് ക്രൗഡൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ പാറയുടെ മുകളിൽ നിൽക്കുന്നത് തന്നെ വളരെയധികം റിസ്ക്കാണ്. ഇവിടെ നിന്ന് താഴേക്കൊന്ന് കാല് തന്നെ വീണ് കഴിഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്ററോളം താഴെ പോയിട്ടായിരിക്കും വീഴുക. ഇതാണ് രാമക്കൽമേടിലെ സൂയിസൈഡ് പോയിന്റ്. പണ്ട് ഒരു ചെറുക്കനും പെണ്ണും കയ്യിൽ ഷോള് കെട്ടി താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തത് ഇവിടെ വളരെ വലിയൊരു വാർത്തയായിരുന്നു. അതുകൂടാതെ തന്നെ ഏകദേശം 10-ലധികം ആൾക്കാർ ഇവിടുന്ന് ചാടി സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കല്ലിൻ്റെയൊക്കെ ടോപ്പിലേക്ക് നടന്നു കയറാനായിട്ട് വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും തിരിച്ച് ഇറങ്ങുമ്പോൾ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് വളരെയധികം കെയർഫുള്ളായിട്ട് വേണം തിരിച്ച് താഴേക്ക് ഇറങ്ങുവാനായിട്ട്. ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് പുരാണത്തിലും ധാരാളം ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. വനവാസകാലത്ത് ശ്രീരാമൻ ഇവിടെ വന്നെന്നും അദ്ദേഹത്തിൻ്റെ കാൽപാദം പതിഞ്ഞതുകൊണ്ടാണ് ഈ സ്ഥലത്തിൽ രാമക്കൽമേട് എന്ന പേര് വന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഈ പാറയുടെ ഇടയിലൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് കൊടൈക്കനാലിലെ ഗുണ കേവ്സും പില്ലർ റോക്സും ഒക്കെ പോലെ തോന്നുമെങ്കിലും ഈ ഒരു സ്ഥലം അത്രമാത്രം ഡേഞ്ചറൊന്നുമല്ല. എന്നാൽ ഈ പാറയുടെ ഡ്രോൺ വിഷ്വൽസിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇത് പില്ലർ റോക്സിന് സമാനമായിട്ട് തന്നെയാണ് ഉള്ളത്. ഈ കാണുന്ന കല്ലൊക്കെ മുകളിൽ നിന്ന് കൊണ്ട വെച്ച പോലെയാണ് തോന്നുന്നത്. താഴെ ടച്ച് ചെയ്യാതെ 2 പാറകളുടെ ഇടയിലാണ് ആ ഒരു കല്ല് നിൽക്കുന്നത്. അങ്ങനെ ആ സൂയിസൈഡ് പോയിന്റിൻ്റെ അവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഇനി അടുത്തൊരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഇത് കൂടാതെ ഇനിയും കുറേ സ്ഥലങ്ങളൊക്കെ കാണുവാനായിട്ടുണ്ട്. ആമപ്പാറയും വിൻഡ് മിൽസും അതുപോലെ കുറുവൻ കുറത്തി സ്റ്റാച്യു ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇപ്രാവശ്യം പോകുന്നത് അങ്ങോട്ടൊന്നുമല്ല. ഇവിടെ താഴേക്ക് ഇറങ്ങി ഇതിൻ്റെ അടിയിലായിട്ട് ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു കേവ് ഉണ്ട്. അപ്പോൾ ഇനി അത് കാണുവാനായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ പാറയുടെ വിടവിൽ കാണുന്ന ആ ഒരു ഗുഹയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇങ്ങോട്ടേക്ക് പോകുന്ന കൃത്യമായിട്ടുള്ള വഴി എന്തായാലും ഞങ്ങൾ ഈ വീഡിയോയിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അങ്ങോട്ട് പോകുന്നത് അത്രയ്ക്കും ഡേഞ്ചർ ആയിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ അത് കൃത്യമായിട്ട് പറയാത്തത്. ഈ ഗുഹയിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് കഷ്ടിച്ച് ഒരടി മാത്രമാണ് വീതിയുള്ളത്. എങ്ങാനും അറിയാതെ കാല് സ്ലിപ്പാകുമല്ലോ ചെയ്തു കഴിഞ്ഞാൽ ഒരു 3500 അടി താഴെ പോയിട്ടായിരിക്കും വീഴുക. അതുകൊണ്ട് ഒരിക്കലും ആൾക്കാരോട് ഇങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്നവർ സ്വന്തം റിസ്കിൽ മാത്രം ഇങ്ങോട്ട് പോവുക. ഇങ്ങോട്ടേക്ക് നടന്നു പോകാനായിട്ട് ചെറിയ രീതിയിൽ കഷ്ടപ്പാടൊക്കെ ഉണ്ട്. പോകുന്ന വഴിയിൽ വയലുകളുടെ ഇടയിലൂടെയൊക്കെ കുനിഞ്ഞു കയറി വേണം പോകുവാനായിട്ട്. പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന കാഴ്ചകളൊക്കെ വേറെ ലെവൽ കാഴ്ചകളാണ്. അങ്ങനെ അവസാനം നടന്ന് നമ്മൾ ആ ഗുഹയുടെ ഉള്ളിലെത്തിയിരിക്കുകയാണ്. ശരിക്കും നമ്മൾ നിന്ന ആ കല്ലിൻ്റെ അടിഭാഗമാണ് ഈ കാണുന്നത്. ഒരു കൂണ് പോലത്തെ ഷേപ്പിലുള്ളൊരു കല്ലാണിത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വിടവിലുള്ള ചെറിയൊരു ഗുഹയാണിത്.
ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു കാഴ്ച ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞു. ഇത്രയും കാലം ഇവിടെ വന്നിട്ട് ഈ ഒരു ഹിഡൻ പോയിന്റിനെ പറ്റി ഒരിക്കൽ പോലും കേട്ടിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നത് ഇറ്റ്സ് 100% വർത്ത്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലത്തിനെ കേരളത്തിലെ ഹരിഹർ ഫോർട്ട് എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാര്യം അതുപോലത്തെ വിഷ്വൽസ് ആണ് ഇവിടെ ഇരുന്ന് കിട്ടുന്നത്. ഇത്രയും ചൂടുള്ള ഈ സമയത്ത് പോലും ഈ പാറയുടെ ഇടയിൽ നല്ല AC ഇട്ട പോലത്തെ തണുപ്പാണ്. ആർക്കും അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം അല്ലെങ്കിൽ പോലും ഇവിടെ വന്നിട്ട് ഈ ഒരു കാഴ്ച കാണാതെ പോകുന്നത് ശരിക്കും ഒരു നഷ്ടം തന്നെയാണ്. എന്തായാലും ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഈ കാണുന്ന വഴിയോടെ നടന്നിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയത്. ഏതായാലും ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അതുപോലെ ഇതുപോലത്തെ കൂടുതൽ ട്രാവൽ വീഡിയോസ് കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.